അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദു വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദാ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد. اللهم بارك على سيدنا محمد وعلى آل سيدنا ومولانا وحبيبنا ومنجينا وهادينا ومرشدنا وشفيعنا وإمامنا وقدوتنا وقرة أعيننا محمد، كما صليت وباركت على خليلك إبراهيم وآل خليلك إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اتل ما أوحي إليك من الكتاب وأقم الصلاة إن الصلاة تنهى عن الفحشاء والمنكر ولذكر الله أكبر والله يعلم ما تصنعون. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, തഖ്വയും വിശുദ്ധിയും പുലർത്തി ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും സച്ചരിതരായ മനുഷ്യരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാൻ വരികയാണ്. ഫെബ്രുവരി 18 ബുധനാഴ്ച റമദാൻ ആരംഭിക്കും. ഫെബ്രുവരി 17 ചൊവ്വാഴ്ച അമാവാസിയാണ്. അമാവാസി ഒരു മാസത്തിൻ്റെ അവസാനത്തെ ദിവസമാണ്. അമാവാസി കഴിഞ്ഞാൽ പിറ്റേന്ന് ഒന്നാണ്. ഇതാണ് പ്രകൃതിയുടെ കണക്ക്. അമാവാസി കഴിഞ്ഞാൽ പിന്നെ പിറ്റേന്ന് ഒന്നായിട്ടില്ലെങ്കിൽ കണക്കിലും മാസത്തിലും പെടാത്ത ഒരു ദിവസം, ഒരു ശൂന്യ ദിവസം അവിടെ സംഭവിക്കും. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ എല്ലാ കലണ്ടറും, ഏത് കലണ്ടർ എടുത്ത് നോക്കിയാലും, അത് പത്രമാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന കലണ്ടറാകട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനങ്ങൾ നൽകുന്ന കലണ്ടറാകട്ടെ, ഏത് കലണ്ടർ എടുത്ത് നോക്കിയാലും എല്ലാ മാസവും അമാവാസിയുടെ അന്ന് ഒരു ബ്ലാക്ക് ഡോട്ട് കാണാം, ഒരു കറുത്ത ഒരു പുള്ളി കാണാം. അതാണ് മാസത്തിലെ അവസാനത്തെ ദിവസം. അമാവാസി അവസാനത്തെ ദിവസമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പിറ്റേന്ന് പുതിയ മാസത്തിൽ 1-ാം തീയതി ആയിരിക്കണം. ലൂണാർ കലണ്ടർ അനുസരിച്ച്, ചാന്ദ്ര കലണ്ടർ അനുസരിച്ച്. അങ്ങനെയാണ് പ്രകൃതിയുടെ നിയമം. ഇതിന് കുറേ പഠിക്കുകയോ ഒരുപാട് ഗവേഷണം നടത്തുകയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അമാവാസിയുടെ പിറ്റേന്ന് 1. അത് കണ്ടാലും കണ്ടില്ലെങ്കിലും അമാവാസിയുടെ ദിവസം മിക്കവാറും കാണുക സാധ്യമാണ്. കാരണം സൂര്യൻ അസ്തമിച്ച് 48 മിനിറ്റ് കഴിഞ്ഞെങ്കിലേ ചന്ദ്രനെ കാണുള്ളൂ. ഈ 48 മിനിറ്റ് സൂര്യൻ്റെ പ്രകാശം ചക്രവാളത്തിലുണ്ടാകും. അപ്പം 48 മിനിറ്റ് കഴിഞ്ഞ് 49 50 മിനിറ്റ് ചന്ദ്രൻ ആകാശത്തുണ്ടെങ്കിലേ വ്യക്തമായിട്ട് കാണുള്ളൂ. എന്നിട്ടും 4 മിനിറ്റും 5 മിനിറ്റൊക്കെ ഉണ്ടായപ്പോൾ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ വരും. അത് ചിലപ്പോൾ ഒരു തോന്നലാവും, കാണാനുള്ള സാധ്യതയില്ല. അങ്ങനെ നോക്കിയിരിക്കുമ്പം കാണുമല്ലോ. പണ്ട് ഉമറിൻ്റെ കാലത്തൊരു സംഭവം ഉള്ളതായിട്ട് ഹദീസുകളിലൊക്കെ കാണുന്നത്. ഞാൻ കണ്ടു എന്നൊരാൾ പറഞ്ഞപ്പോൾ അയാളുടെ കണ്ണിലേക്ക് വീണ് കിടക്കുന്ന പുരികം മാറ്റി നോക്കിയിട്ട് ഇപ്പോൾ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അയാൾ കണ്ടിരുന്നത് അയാളുടെ പുരികമായിരുന്നു എന്നാണ്. ഇതുപോലെയൊക്കെയാണ്. അപ്പോൾ അമാവാസിയുടെ പിറ്റേന്ന് 1, ഞാൻ ആ കണക്കിലേക്ക് പോവുകയല്ല. അപ്പോൾ അതുകൊണ്ട് 17-ാം തീയതി അമാവാസി ആയതുകൊണ്ട് 18-ാം തീയതി 1 ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും. അതാണ് പ്രകൃതിയുടെ നിയമം. അതുകൊണ്ട് റമദാൻ 1 ഫെബ്രുവരി 18-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ റമദാൻ ഫെബ്രുവരി 18-ന് റമദാൻ 1 ആരംഭിക്കുമ്പോൾ ചില വിചാരങ്ങൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഖുതുബയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. റമദാൻ വിശിഷ്ടമായ ചില അനുഷ്ഠാനങ്ങൾ കൂടി ഉണ്ടല്ലോ.
നോമ്പ് റമദാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഷ്ഠാനമാണ്. ഈ അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കണം. അത് ഖുർആനിൻ്റെ കാഴ്ചപ്പാടാണ്. എന്തിനാണ് അനുഷ്ഠാനങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്? അനുഷ്ഠാനങ്ങൾ സ്വയം നമ്മളെ മഹത്വപ്പെടുത്തുമോ? നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിസ്കരിച്ചു, നിസ്കാരത്തോട് നിസ്കാരം, എങ്കിൽ സ്വയം നിങ്ങൾ മഹത്വപ്പെടുമോ? അതല്ല, ഈ അനുഷ്ഠാനങ്ങൾക്ക് വല്ല ലക്ഷ്യവും ഉണ്ടോ? അനുഷ്ഠാനങ്ങൾക്ക് ലക്ഷ്യമുണ്ടെന്നാണ് ഖുർആൻ പറയുന്നത്. നിസ്കാരത്തെ സംബന്ധിച്ച് പറയുന്ന ഒരായത്ത് സൂറ അങ്കബൂത്തിൽ കാണാം, ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരം എന്ന് പറയുന്നത് മനുഷ്യനെ അസാൻമാർഗികമായ അധാർമികമായ കാര്യങ്ങളിൽ നിന്ന് തടയുന്നതാകണം എന്നുള്ളതാണ് ഖുർആനിൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇതാണ് ലക്ഷ്യം. കൂലിക്കണക്ക് പറയുന്ന രീതി ഖുർആനിലില്ല. നിസ്കരിച്ചാൽ നിങ്ങൾക്ക് ഇത്ര കൂലി എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. നോമ്പെടുത്താലും നിങ്ങൾക്ക് ഇത്ര കൂലി എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. കൂലി ഖുർആന്റെ ശൈലിയല്ല, അത് വേറെ ശൈലിയാണ്. അപ്പോൾ ഖുർആനിൽ കൂലി പറയുന്നില്ല, മറിച്ച് ലക്ഷ്യം പറയുന്നുണ്ട്. നിസ്കരിച്ചാൽ നിങ്ങൾക്ക് ഇന്ന ക്വാളിറ്റി ഉണ്ടാകണം. അസാൻമാർഗികവും അധാർമികവുമായ ചിന്താരീതികളിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന് മനുഷ്യനെ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയാണ് നിസ്കാരം. ഇതാണ് നിസ്കാരത്തിൻ്റെ ലക്ഷ്യം. ഇതേ സംബന്ധിച്ച് പ്രവാചകൻ അനുബന്ധമായി പറഞ്ഞു, മല്ലം തൻഹ അൻഹു സ്വലാത്തുഹു അനിൽ ഫഹ്ശാഇ വൽ മുൻകരി ഫലൈസ ലഹു ഹഖീഖത്തുസ് സലാ. പ്രവാചകൻ പറഞ്ഞു, മൻ ലം തൻഹ അൻഹു സ്വലാത്തുഹു, ഒരാൾ നിസ്കരിക്കുന്നു പക്ഷെ അയാളുടെ ജീവിതത്തിൽ നിന്ന് അധാർമികത മാറിപ്പോകുന്നില്ലെങ്കിൽ ഫലൈസ ലഹു ഹഖീഖത്തുസ് സലാ, അയാൾ നിസ്കരിക്കാത്തതിന് തുല്യമാണ്. അയാൾക്ക് നിസ്കാരത്തിന്റെ യാഥാർത്ഥ്യം, അതിന്റെ ഉണ്മ ലഭിച്ചിട്ടില്ല. ഇതാണ് റസൂൽ പറയുന്നത്. അപ്പോൾ നിസ്കാരം സ്വയം ഒരാളെ മഹത്വപ്പെടുത്തുന്നില്ല, മറിച്ച് നിസ്കാരത്തിന്റെ ലക്ഷ്യം അയാളിൽ ലഭിക്കുമ്പോഴാണ്, അയാളിൽ ഉണ്ടാകുമ്പോഴാണ്, അത് പ്രതിഫലിക്കുമ്പോഴാണ്, നിസ്കാരം ഒരാളിൽ പ്രവർത്തിച്ചു തുടങ്ങുമ്പോഴാണ് നിസ്കാരം മഹത്വപ്പെടുത്തുന്നത് ഒരാളെ. അപ്പോൾ അനുഷ്ഠാനങ്ങൾ അനുഷ്ഠാനത്തിന് വേണ്ടിയല്ല, നിസ്കാരം നിസ്കാരത്തിന് വേണ്ടിയല്ല, മറിച്ച് നിസ്കാരം ഒരാളെ ഉള്ളാലെ പരിവർത്തനപ്പെടുത്തണം. മറ്റുള്ളവരെ മനസ്സിലാക്കാൻ, ലോകത്തെ മനസ്സിലാക്കാൻ, പ്രകൃതിയെയും പ്രപഞ്ചത്തെയും മനസ്സിലാക്കാൻ, അപരനെ മനസ്സിലാക്കാൻ നിസ്കാരം പ്രേരിപ്പിക്കണമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം എന്ന് തുടങ്ങുന്ന സൂറ മാഊനിൽ പറയുന്നു, ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർ നശിച്ചു, നിസ്കരിക്കുന്നവർ നശിച്ചു. അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ, അവർ അവരുടെ നിസ്കാരത്തിന്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് അശ്രദ്ധരായിട്ടാണ് നിസ്കരിക്കുന്നത്, എങ്കിൽ നിസ്കരിക്കുന്നവൻ നശിച്ചു. ഖുർആൻ പറയാണ്, ഫവൈലുൻ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നാശം. എങ്ങനെയുള്ള നിസ്കാരം? അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ, അവർ അവരുടെ നിസ്കാരത്തിന്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് അശ്രദ്ധരാണ്. ഒരു ചടങ്ങെന്ന പോലെ, ഒരു ശീലമെന്ന പോലെ, അല്ലെങ്കിൽ ഒരു വളരെ യാന്ത്രികമായി ഉള്ളറിയാതെ ചെയ്യുന്ന നിസ്കാരം നാശഹേതുവാണെന്ന് ഖുർആൻ പറയുന്നു. എങ്ങനെയാണ്, അതിൻ്റെ ഏത് തരത്തിലാണ് അയാൾ അശ്രദ്ധനായി പോകുന്നത്? അല്ലദീനഹും അൻ സലാത്തിഹിം സാഹൂൻ അല്ലദീനഹും യുറാഊന വയംനഊനൽ മാഊൻ. ജനങ്ങൾ പൊതുവായി സമൂഹത്തിൽ ജീവിക്കുമ്പോൾ തൻ്റെ കൂടെ ജീവിക്കുന്നവരെ പരിഗണിക്കുക എന്ന പ്രാഥമികമായ ബോധം പോലും ഇല്ലാതെ നിസ്കരിക്കുന്നവർക്ക് നാശം. അപ്പോൾ അപരനെ കുറിച്ചുള്ള ഓർമ്മ, അപരനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന മാനസിക വിശാലത നിസ്കാരം കൊണ്ടുണ്ടായിത്തീരുന്നില്ലെങ്കിൽ ആ നിസ്കാരം നാശഹേതുവാണെന്ന് ഖുർആൻ പറയുന്നു. നാരായണ ഗുരു ആത്മോപദേശ ശതകത്തിൽ പറയുന്നുണ്ട്, അപരനു വേണ്ടി അഹർനിശം പ്രയത്നം, കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു, കൃപണൻ അധോമുഖനായി ചെയ്യുന്ന അപചയ കർമ്മം അവനു വേണ്ടി മാത്രം എന്ന് ഗുരു പറയുന്നുണ്ട്. കൃപാലു ചെയ്യുന്നത് അപരനു വേണ്ടി അഹർനിശം പ്രയത്നം, കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു. മറ്റുള്ളവരെ പരിഗണിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യുന്നയാളെ കൃപാലു എന്നാണ് ഗുരു വിളിക്കുന്നത്. നിങ്ങൾ നിസ്കാരത്തിൽ നോക്കൂ, നിസ്കാരത്തിൽ അവനവന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു പ്രാർത്ഥനയുമില്ല. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, മാനവകുലത്തെ ആകപ്പാടെ നേർവഴിയിലേക്ക് നയിക്കുമാറാകണേ.
ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. മാനവരാശിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നിസ്കാരം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, പ്രപഞ്ചത്തിന്റെ രക്ഷക, മനുഷ്യരൊന്നടങ്കം അങ്ങേക്കാണല്ലോ സമർപ്പിക്കുന്നത്, മനുഷ്യരൊന്നടങ്കം അങ്ങയോടാണല്ലോ ചോദിക്കുന്നത്. ഇങ്ങനെ മനുഷ്യകുലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്നു എന്ന ബോധത്തോടെയാണ് നിസ്കാരത്തിന് വേണ്ടി ഒരു മനുഷ്യൻ നിൽക്കേണ്ടത്. ഞാൻ നിൽക്കുന്നത് എൻ്റെ ആത്മത്തിനു വേണ്ടിയല്ല, ഞാൻ നിൽക്കുന്നത് എൻ്റെ കുടുംബത്തിനു വേണ്ടിയല്ല, ഞാൻ നിൽക്കുന്നത് മനുഷ്യകുലത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ്. ഞാൻ ഹിന്ദുവിൻ്റെ, മുസൽമാൻ്റെ, ക്രിസ്ത്യാനിയുടെ, കമ്മ്യൂണിസ്റ്റുകാരൻ്റെ, ബൗദ്ധന്റെ എല്ലാവരുടെയും പ്രതിനിധിയായിട്ടാണ് നിന്റെ മുന്നിൽ നിൽക്കുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഈ മാനവകുലം മുഴുവനും അങ്ങയുടെ മുന്നിലാണല്ലോ പ്രണമിക്കുന്നത്, വ്യത്യസ്തങ്ങളായ രീതിയിൽ അങ്ങയോടാണല്ലോ ചോദിക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അതുകൊണ്ട് അപകടത്തിൻ്റെതല്ലാത്ത വഴിയിലൂടെ മാനവകുലത്തെ നീ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനാണ് നിസ്കാരം നമ്മെ പഠിപ്പിക്കുന്നത്. മനുഷ്യരെ ഒന്നടങ്കം ചേർത്ത് നിർത്തുന്ന, അതാണ് ഫവയിലുൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ. മാനവകുലത്തെക്കുറിച്ച് ഓർമ്മയില്ലാത്തവന്റെ നിസ്കാരം നാശഹേതുവാണെന്ന് ഗാന്ധിജി പറയുന്നുണ്ട്. സാമൂഹിക പ്രതിബദ്ധതയില്ലാത്തവന്റെ അനുഷ്ഠാനം ക്രിമിനൽ കുറ്റമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതൊരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. തന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവന് എങ്ങനെയാണ് പ്രപഞ്ച സൃഷ്ടാവായ സൃഷ്ടാവിന്റെ മുന്നിൽ, ദൈവത്തിന്റെ മുന്നിൽ, അള്ളാഹുവിന്റെ മുന്നിൽ നിലകൊള്ളാൻ സാധിക്കുക എന്നാണ് ഗാന്ധിജി ചോദിക്കുന്നത്. അത് തന്നെയാണ് പ്രവാചകനും പറയുന്നത്. മല്ലം തൻഹ അൻഹു സ്വലാത്തുഹു അനിൽ ഫഹ്ശാഇ വൽ മുൻകരി ഫലൈസ ലഹു ഹഖീഖത്തുസ് സ്വലാ. അങ്ങനെയുള്ള ആൾക്ക് നിസ്കാരത്തിന്റെ ഉണ്മ ലഭിക്കുന്നില്ല. അത് കേവലമായ ഒരു കുനിയലും നിവരലും മാത്രമായി, ശരീരത്തിന്റെ ചലനം മാത്രമായി മാറും എന്നർത്ഥം. അപ്പോൾ ലക്ഷ്യം ആണ് അനുഷ്ഠാനങ്ങളിൽ പ്രധാനമായിരിക്കുന്നത്. അനുഷ്ഠാനങ്ങളെ നിരാകരിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല. ചില ആളുകളൊക്കെ ഇപ്പം നമ്മുടെ അടുത്ത് വരും, മുസ്തഫ മൗലവിൻ്റെ അടുത്ത് പോയാൽ ഈ അനുഷ്ഠാനങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടുമെന്നുള്ള മട്ടിൽ. യഥാർത്ഥത്തിൽ അത് വ്യാമോഹമാണ്. അനുഷ്ഠാനങ്ങൾ അതിൻ്റെതായ പ്രാധാന്യത്തോടെയും പ്രസക്തിയോടെയും ഉൾക്കൊള്ളണമെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാകയാൽ അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അനുഷ്ഠാനങ്ങൾക്ക് അനുഷ്ഠാനങ്ങളുടെ പ്രാധാന്യമുണ്ട്, അനുഷ്ഠാനങ്ങളുടെ പ്രാധാന്യമേ ഉള്ളൂ. ഇത് ഓർക്കണം. മനുഷ്യബന്ധമാണ്, മാനവബന്ധമാണ് ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള സംഗതി. മനുഷ്യബന്ധങ്ങൾക്കപ്പുറത്തൊന്നുമില്ല, ഒരനുഷ്ഠാനമില്ല. മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുന്ന. എന്തിനാണ് നിങ്ങൾ പള്ളിയിൽ വരുന്നത്? വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരുന്നത് എന്തിനാ? പള്ളിയിലേക്ക് പോകണമെന്ന് പറയുന്നത് എന്തിനാ? വീട് തന്നെയാണ് ഏറ്റവും നല്ലത് മനുഷ്യന്. വീടോളം സമാധാനമുള്ള മറ്റൊരു ഇടമില്ല, ഉണ്ടാകരുത്. അതിന് മസ്കൻ എന്നാണ് ഖുർആൻ പറയുന്നത്. പക്ഷെ നിങ്ങൾ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകണം എന്ന് പറയുന്നത് പള്ളിയിൽ പോയാൽ മനുഷ്യരെ അനുഭവിക്കാം എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾ അവിടെ പോയി മനുഷ്യരോട് ഒത്തു നിൽക്കണം, മനുഷ്യരോട് ചേർന്ന് നിൽക്കണം, അവൻ്റെ ഗന്ധമറിയണം. എല്ലാ ഭേദങ്ങൾക്കും അപ്പുറം മനുഷ്യനോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു അവസരവും നഷ്ടപ്പെടുത്തരുതെന്നാണ് ഖുർആൻ പറയുന്നത്. അത് വെള്ളിയാഴ്ചയാണെങ്കിൽ വെള്ളിയാഴ്ച, സുബഹിക്കാണെങ്കിൽ സുബഹിക്ക്, ഇശാക്കാണെങ്കിൽ ഇശാക്ക്, എപ്പോഴാണോ നിങ്ങൾക്ക് മനുഷ്യനുമായി ചേർന്ന് നിൽക്കാൻ കിട്ടുന്ന ഒരു സന്ദർഭവും ഒഴിവാക്കരുത്. കാരണം അതിലൂടെ മാത്രമേ അള്ളാഹുവിനെ, സൃഷ്ടാവിനെ അനുഭവിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് പള്ളി പോകണം എന്ന് പറയുന്നത്. അല്ലാതെ പള്ളി എന്ന് പറയുന്നത് കെട്ടിടത്തിലേക്ക് നിങ്ങൾ നടന്നു പോയിട്ട് കുനിഞ്ഞിട്ട് ആരോടും ചിരിക്കാതെ തിരിച്ചു വന്നിട്ട് ഒരു കാര്യമില്ല, ഒരു ഗുണവും അതുകൊണ്ടില്ല. മനുഷ്യനെ അനുഭവിക്കണം. ഹജ്ജിന് പോകുന്നതും അതിന് തന്നെയാണ്. ഹജ്ജിന് പോകുന്നത് നിങ്ങളുടെ പള്ളിയിൽ നിന്ന് അവിടെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് അവിടെ പോകുമ്പോൾ വ്യത്യസ്തങ്ങളായ മനുഷ്യർ, വ്യത്യസ്തങ്ങളായ രൂപഭാവങ്ങൾ, ആ രൂപഭാവങ്ങളുള്ള മനുഷ്യരുടെ ഒന്നിച്ചുള്ള ജീവിതത്തെ നിങ്ങൾക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയണം. മനുഷ്യരെ അറിയണം. വ്യത്യസ്തങ്ങളായ മനുഷ്യാനുഭവങ്ങളിലൂടെ കടത്തിവിടുന്നതിനാണ് ഓരോ തീർത്ഥാടനവും സഹായിക്കുന്നത്. നിങ്ങളുടെ രൂപഭാവങ്ങളിലുള്ള മനുഷ്യരെ മാത്രം, നിങ്ങളുടെ പ്രദേശത്ത് മാത്രം ഒതുങ്ങി ജീവിച്ചാൽ മനുഷ്യരാശിയെ നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾ പോകണം. വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന, വ്യത്യസ്ത രീതികൾ പിന്തുടരുന്ന, വ്യത്യസ്ത വസ്ത്രങ്ങൾ ധരിക്കുന്ന മനുഷ്യകുലത്തെ ആകമാനം ഒന്നിച്ച് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കണ്ട് അവരെയൊക്കെ അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു ജീവിതാനുഭവത്തിൻ്റെ പേരാണ് തീർത്ഥാടനം എന്ന് പറയുന്നത്, ഹജ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ അനുഷ്ഠാനങ്ങൾ ഇങ്ങനെയാണ്. എല്ലാ അനുഷ്ഠാനങ്ങളും അപരനിലേക്ക് നമ്മെ നയിക്കുന്നതാകണം.
മറ്റുള്ളവരെ അറിയാനാകണം. മനുഷ്യനോളം വലിയ മറ്റൊരു സത്യവുമില്ല, മനുഷ്യനോളം വലിയ മറ്റൊരു തൗഹീദുമില്ല. മനുഷ്യനെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവും നഷ്ടപ്പെടുത്തരുത്. ഇതാണ് പെരുന്നാളിൻ്റെ സന്ദേശവും, വേറൊന്നുമല്ല. ഇത് തന്നെയാണ് റമദാനിൻ്റെ സന്ദേശവും. അപ്പോൾ റമദാൻ വരുന്നു, നോമ്പെടുക്കണം. നോമ്പൊരു നല്ല അനുഷ്ഠാനമാണ്. ഈ അനുഷ്ഠാനം പണ്ടുപണ്ടേ ഉള്ളതാണ്. ഇതൊന്നും മുഹമ്മദ് നബി കണ്ടുപിടിച്ചതല്ല കേട്ടോ. ഈ അനുഷ്ഠാനങ്ങളൊന്നും മുഹമ്മദ് നബി കണ്ടുപിടിച്ചതല്ല. മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രത്തിൽ ചരിത്രാതീത കാലം എന്ന് പറയുന്നത് രേഖപ്പെടുത്തപ്പെടാത്ത കാലം എന്നേ അർത്ഥമുള്ളൂ അതിന്. ആ കാലഘട്ടം മുതലേ മനുഷ്യൻ ആചരിച്ചു വരുന്ന അനുഷ്ഠാന രീതികളിലൊന്നാണ് നോമ്പെന്ന് പറയുന്നത്, ഉപവാസം എന്ന് പറയുന്നത്. ഒരുപക്ഷെ അതിൻ്റെ വിശദാംശങ്ങളിലൊക്കെ വ്യത്യാസം ഉണ്ടാകാം. ആ നോമ്പ് തന്നെയാണ് ഖുർആൻ യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. എത്ര ഗംഭീരമായിട്ടാണ് ഖുർആൻ ഇക്കാര്യങ്ങളെയൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് മുമ്പുള്ളവർ എടുത്ത ആ നോമ്പ് നിങ്ങൾക്കും നിയമമാക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളും ആ നോമ്പെടുക്കണം. നിങ്ങൾ ആത്മവിശുദ്ധിയുള്ളവരായി തീർന്നേക്കാം എന്നാണ് ഖുർആൻ പറയുന്നത്. ലഅല്ലക്കും തത്തഖൂൻ. അപ്പോൾ മനുഷ്യ ചരിത്രത്തിൻ്റെ പാരമ്പര്യത്തെ, മാനവതയുടെ പാരമ്പര്യത്തെ നിങ്ങൾക്കും പിന്തുടരാമെന്നാണ് ഖുർആൻ പറയുന്നത്. അല്ലാതെ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നോമ്പെടുക്കണം എന്നല്ല. അങ്ങനെയാണ് ചിലരൊക്കെ പറയുന്നത്, യഹൂദർ അങ്ങനെ ചെയ്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യണം, യഹൂദർ അങ്ങനെ പോയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പോകണം. അങ്ങനെയല്ല. ഖുർആൻ പറയുന്നത് യഹൂദർ അങ്ങനെ പോയതുകൊണ്ട് നിങ്ങളും അങ്ങനെ പോകണം എന്നാണ്. കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. യഹൂദർക്കും നോമ്പുണ്ടായിരുന്നു, അതുകൊണ്ട് നിങ്ങളും നോമ്പെടുക്കണം. ക്രൈസ്തവർക്കും നോമ്പുണ്ടായിരുന്നു, അതുകൊണ്ട് നിങ്ങളും നോമ്പെടുക്കണം എന്നാണ്. അപ്പം മുമ്പുള്ളവർ പോയ പാതയിൽ എല്ലാ നല്ലതിനെയും പിന്തുടരുക എന്ന തത്വമാണ് ഇതിലൂടെ ഖുർആൻ ആവിഷ്കരിക്കുന്നത്. നോമ്പെടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ആഹാരപാനീയങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളത്, നിഷേധിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഭാഗമാണ്. അതൊരു നല്ല പരിശീലനമാണ്. പക്ഷെ അത് കൊണ്ട് മാത്രമായില്ല. ആഹാരം നിഷേധിക്കുന്നത് കൊണ്ട് മാത്രമായില്ല, മറിച്ച് നമ്മുടെ ഉള്ളുണരുക എന്നുള്ളതാണ്. അകത്താണ് ആദ്യമായി ഉപവാസം വേണ്ടത്. ആഹാരപാനീയങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നത് അതിൻ്റെ ബാഹ്യമായൊരു ഫ്രെയിം മാത്രമാണ്. അതുപോലും യഥാർത്ഥത്തിൽ നിർബന്ധമായി പാലിക്കണമെന്നൊന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല. കുത്തിബ എന്ന പ്രയോഗമാണ്. യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാം. വിശ്വാസികളെ, നിങ്ങൾക്ക് നോമ്പ് നിയമമാക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ അർത്ഥം തെറ്റിച്ച് പറയും, നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയും. നിയമമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുത്തിബ, നിയമമാക്കിയതുപോലെ അലല്ലദീന മിൻ ഖബ്ലിക്കും, പണ്ടുള്ളവർക്ക്. ഇതിനെ പൊലിപ്പിച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ തെറ്റായി നമ്മെ അടിച്ചേൽപ്പിക്കുന്ന മതവ്യാഖ്യാനങ്ങൾ, ഖുർആനിൻ്റെ മറ്റൊരു പ്രയോഗം മനസ്സിലാക്കിയാൽ അതിൻ്റെ ആധികാരികതയും പൊള്ളത്തരവും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഖുർആൻ പറയുന്നു കുത്തിബ അലൈക്കുമുൽ വസിയ്യത്തു, നിങ്ങൾക്ക് വസിയ്യത്ത് നിയമമാക്കപ്പെട്ടിരിക്കുന്നു. അവിടെ ഉപയോഗിച്ച പദം കുത്തിബ എന്നാണ്, ഇവിടെയും ഉപയോഗിച്ച പദം കുത്തിബ എന്നാണ്. അതായത് വസിയ്യത്തിനും നോമ്പിനും ഒരേ സ്റ്റാറ്റസ് ആണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. വസിയ്യത്ത് യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും വസിയ്യത്തുണ്ടോ? വസിയ്യത്തിൻ്റെ സ്റ്റാറ്റസ് ആണ് നോമ്പിനുള്ളത്. കുത്തിബ അലൈക്കുമുൽ വസിയ്യ, വസിയ്യത്ത് നിങ്ങൾക്ക് നിയമമാക്കപ്പെട്ടിരിക്കുന്നു. കുത്തിബ അലൈക്കുമുസ് സിയാം, രണ്ടിനും ഒരേ സ്റ്റാറ്റസ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ അപ്രധാനത്വവും മനസ്സിലാക്കാൻ ഈ വചനങ്ങൾ താരതമ്യം ചെയ്ത് പഠിച്ചാൽ മതി. നോമ്പ് നല്ലതാണ്. നോമ്പിനെ കുറിച്ച് ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ്. യാ അയ്യുഹല്ലദീന ആമനു, നേരത്തെ പറഞ്ഞില്ലേ, അയ്യാമം മഅദൂദാത്ത് ഫമൻ കാന മിൻകും മരീളൻ, നിങ്ങളിൽ ആരെങ്കിലും രോഗിയായാൽ, ഔ അലാ സഫരിൻ, യാത്രികനായാൽ, ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ, ആ ദിവസങ്ങളിൽ നോമ്പ് ഉപേക്ഷിച്ചിട്ട് മറ്റു ദിവസങ്ങളിൽ നോമ്പ് എടുക്കാവുന്നതാണ്. വഅലല്ലദീന യുതീഖൂനഹു, ഇനി നോമ്പെടുക്കാൻ ശേഷിയുണ്ടായിട്ടും നോമ്പെടുക്കാതെ നിൽക്കുന്നവർക്ക് ഫിദിയത്തുൻ തഅമു മിസ്കീൻ, ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്ത് ഒഴിവാക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. ഫമൻ തതവ്വ ഖൈറൻ ഫഹുവ ഖൈറുല്ല, ഇനി ഒന്നിലധികം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നല്ലതാണ്. വാൻ തസൂമു ഖൈറുൽ ലക്കും, അപ്പോഴും നിങ്ങൾ ഓർക്കണം നോമ്പെടുക്കൽ തന്നെയാണ് നല്ലത്. ഇൻ കുന്തും തഅലമൂൻ, നോമ്പിൻ്റെ മഹത്വത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ. വളരെ കൃത്യമല്ലേ ഖുർആൻ പറയുന്നത്, ഒരു ഒളിയും മറയൊന്നുമില്ല. നിങ്ങൾ യാത്ര പോകുന്നുവെങ്കിൽ നിങ്ങൾക്ക് നോമ്പ് ഉപേക്ഷിച്ച് മറ്റൊരു ദിവസം വേണമെങ്കിൽ എടുക്കാം.
ഇനി അതല്ല, നിങ്ങൾ നാട്ടിൽ തന്നെ ഇരിക്കുന്നു, നിങ്ങൾക്ക് നോമ്പെടുക്കാൻ നിങ്ങൾക്ക് മനസ്സില്ല എങ്കിൽ നിങ്ങൾക്ക് നോമ്പ് ഉപേക്ഷിക്കാം. ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്താൽ മതി. ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് കൊടുക്കുന്നെങ്കിൽ നല്ലത്. പക്ഷെ അപ്പോഴും ഓർക്കണം, നോമ്പെടുക്കുന്നതാണ് നല്ലത്, ഉത്തമം. അപ്പം നോമ്പ് ഓപ്ഷണലാണ്. വേണമെങ്കിൽ എടുക്കാം, എടുക്കുന്നതാണ് നല്ലത്. എന്നാൽ എടുക്കണ്ടെന്ന് ഒരാൾക്ക് തോന്നിയാൽ ഉപേക്ഷിക്കാം. ഖുർആൻ ഇങ്ങനെയാണ് പറയുന്നത്. ഇനി ഇതിന് വ്യാഖ്യാനം പറയുമ്പോൾ അല്ലാഹു തആല വിട്ടുപോയ ഒരു അക്ഷരം ഉണ്ടെന്നും വഅലല്ലദീന യുതീഖൂനഹു, കഴിവുള്ളവർക്ക്, നോമ്പെടുക്കാൻ ശേഷിയുള്ളവർക്ക് നോമ്പ് ഉപേക്ഷിക്കാമെന്ന് പറഞ്ഞെടുത്ത് ലാ എന്ന പദം ഖുർആൻ വിട്ടുപോയിട്ടുണ്ടെന്നും അതുകൊണ്ട് വഅലല്ലദീന ലാ യുതീഖൂനഹു എന്ന് സങ്കല്പിച്ച് വായിക്കണമെന്നുമാണ് തഫ്സീറുകളിലൊക്കെ എഴുതിയിട്ടുള്ളത്. അത് അവരുടെ ഒരു തലത്തിൽ എഴുതിയതാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. പടച്ചോൻ പറഞ്ഞത് ഇങ്ങനെയാണ്: നോമ്പെടുക്കാൻ ശേഷി ഉണ്ടായിട്ടും നോമ്പ് ഉപേക്ഷിക്കുന്നവർക്കാകാം, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കണം, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണം, മാന്യമായി കഴിക്കാനുള്ള കാശ് കൊടുക്കണം, അത്രേ ഉള്ളൂ. അപ്പം നോമ്പ് എടുക്കലാണ് നല്ലത്. കഴിയുന്നവരൊക്കെ എടുക്കണം. ഇനി എടുക്കാൻ ഒരാൾക്ക് മനസ്സില്ലെങ്കിൽ ഉപേക്ഷിക്കാം. രോഗികൾ നോമ്പെടുക്കേണ്ടതില്ല, യാത്രികർ നോമ്പെടുക്കേണ്ടതില്ല, ബുദ്ധിമുട്ടുള്ളവർ നോമ്പെടുക്കേണ്ടതില്ല. എന്തുകൊണ്ടാണ് യാത്രികർ നോമ്പെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞത്? യാത്രികർ നോമ്പെടുക്കേണ്ടതില്ല എന്ന് പറയുന്നത് അവർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഗർഭിണികൾ നോമ്പെടുക്കേണ്ടതില്ല, മുലയൂട്ടുന്ന സ്ത്രീകൾ നോമ്പെടുക്കേണ്ടതില്ല, വയലിലും റോഡിലും മറ്റും പണിയെടുക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന ജോലിയുള്ളവർ നോമ്പെടുക്കേണ്ടതില്ല, കടലിൽ പോകുന്നവർ നോമ്പെടുക്കേണ്ടതില്ല, പ്രായമുള്ളവർ നോമ്പെടുക്കേണ്ടതില്ല. ഇക്കാര്യങ്ങളൊക്കെ ഓർക്കണം. ഇവിടെ യാത്രികൻ എന്ന് പറയുന്നതും രോഗികൾ എന്ന് പറയുന്നതും ബുദ്ധിമുട്ട് എന്ന ഒരു സംഗതി അവരിൽ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളൊന്നും നോമ്പെടുക്കേണ്ട. പകരം എന്ത് ചെയ്താൽ മതി? ഒന്നുകിൽ അവർക്ക് മറ്റൊരു ദിവസം നോമ്പെടുത്ത് വിട്ടാം, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാം. അതോടുകൂടി തീർന്നു. ഒരു പാവപ്പെട്ടവന് ഭക്ഷണവും കൊടുക്കണം, നോമ്പെടുത്ത് വീട്ടുകയും വേണം എന്നുള്ള കണ്ടീഷനൊന്നും ഇല്ല. അപ്പോൾ ഈ രീതി എത്ര എളുപ്പത്തിലാണ്. അള്ളാഹു പറയുന്നു, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാക്കാനാണ് ആഗ്രഹിക്കുന്നത്, ഒരിക്കലും നിങ്ങളെ ഞെരുക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഞെരുക്കാനാണ് എപ്പോഴും മതത്തെ വ്യാഖ്യാനിക്കുന്ന ആളുകൾ എപ്പോഴും ശ്രമിക്കാറുള്ളത്. ഞെരുക്കമുണ്ടാക്കുക, സങ്കീർണതകൾ ഉണ്ടാക്കുക എന്ന അർത്ഥത്തിലാണ്. ഞാനിത് പറയുന്നത് ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ്. ഈ നോമ്പ് വരുന്നത് ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ്. ഇത് പരീക്ഷയുടെ മാസമാണ്. പരീക്ഷ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. SSLC പരീക്ഷ വരുന്നുണ്ട്, +2 പരീക്ഷ വരുന്നുണ്ട്, മറ്റ് ക്ലാസ് പരീക്ഷകളൊക്കെ ഈ മാസങ്ങളിലാണ് വരുന്നത്. ഈ കുട്ടികളൊക്കെ നോമ്പെടുത്ത് വെള്ളം കുടിക്കാതെ പ്രയാസപ്പെട്ടു പോയി പരീക്ഷ എഴുതുന്നിടത്ത് അവരുടെ ഊർജ്ജസ്വലതയൊക്കെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് വിദ്യാർത്ഥികൾ പരീക്ഷാകാലമായതുകൊണ്ട് നോമ്പ് ഉപേക്ഷിക്കണം. എന്നിട്ട് നിങ്ങൾ നന്നായി ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഊർജ്ജസ്വലതയോടുകൂടി പോയി പരീക്ഷ എഴുതുക. അള്ളാഹ്ക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. അല്ലാതെ പട്ടിണി കിടന്ന് പ്രയാസപ്പെട്ട് പരീക്ഷാ ഹാളിൽ പോയി ക്ഷീണത്തോടുകൂടി എഴുതുകയല്ല. പീഡിപ്പിക്കുക, ആത്മപീഡനത്തിൻ്റെ മസോക്കിസം എന്നാണ് പറയുക. ആത്മപീഡയുടെ ഒരു പാതയല്ല അള്ളാഹുവിൻ്റെ പാത. നിങ്ങൾ സ്വയം കഷ്ടപ്പെടുന്നതും സ്വയം കഷ്ടപ്പെടുത്തുന്നതും അള്ളാഹുവിന് ഇഷ്ടമല്ല. നിങ്ങൾ നിങ്ങളെ തന്നെ വേദനിപ്പിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല. നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഇപ്പോൾ ഈ രക്ഷിതാക്കൾക്കൊരു ധാരണയുണ്ട്, മക്കളെ കൊണ്ട് നോമ്പെടുപ്പിച്ച കൂലി കിട്ടുമെന്ന്. ഈ കൂലി കണക്കാണ് പ്രശ്നം. മക്കളെ കൊണ്ട് നോമ്പെടുപ്പിച്ചാൽ നിങ്ങൾക്ക് ശിക്ഷയാണ് കിട്ടുക. മക്കൾ വളരട്ടെ, അവർ പോഷകമൂല്യമുള്ള ആഹാരമൊക്കെ കഴിച്ചിട്ട് വളരട്ടെ, വലുതായിട്ട് വേണമെങ്കിൽ അവർ നോമ്പെടുക്കട്ടെ. ഇനി കുട്ടിക്കാലത്ത് അവർ നിങ്ങളോട് പറയുന്നു എനിക്ക് നോമ്പെടുക്കണം, ആയിക്കോട്ടെ, അവർക്ക് നോമ്പ് മുറിക്കേണ്ട സമയത്ത് നോമ്പ് മുറിക്കട്ടെ. 5 മണിക്ക് വന്നിട്ട് ഉമ്മ വെള്ളം എന്ന് പറയുമ്പോൾ മോനെ അരമണിക്കൂറല്ലേ ഉള്ളൂ എന്നിട്ട് തരാമെന്ന് പറയരുത്, ചോദിക്കുമ്പോൾ കൊടുക്കണം. ഈ രീതിയിൽ ഇസ്ലാമിനെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ സമീപിക്കാൻ നമുക്ക് സാധിക്കണം. വളരെ ലളിതമാണ് ഇക്കാര്യങ്ങളൊക്കെ. അവിടങ്ങളിലൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും പടച്ചവനുണ്ടാക്കിയിട്ടില്ല. പ്രശ്നങ്ങളൊക്കെ നമ്മളായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ ഈ വർഷം നോമ്പെടുക്കുന്നതിന് വലിയ പ്രാധാന്യം നൽകേണ്ടതില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കൂളില്ലാത്ത, പരീക്ഷയില്ലാത്ത ശനി ഞായർ ദിവസങ്ങളിലൊക്കെ നോമ്പെടുക്കാമല്ലോ, അങ്ങനെ വലിയ ആഗ്രഹമുള്ളവരാണെങ്കിൽ.
പരീക്ഷയ്ക്ക് നോമ്പെടുത്ത് പോകാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് എന്ന് ഓർക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും വ അസ്തഗ്ഫിഹി അന്നി വ അൻകും വ അൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദുൽ കൗനൈനി മഹ്ബൂബി റബ്ബിൽ മശ്രിഖൈനി വൽ മഗ്രിബൈൻ ഖാതമിൽ അംബിയാഇ സയ്യിദുൽ മുർസലീൻ മുറാദിൽ മുഷ്താഖീൻ മഹ്ബൂബിൽ ആശിഖീൻ ജദ്ദിൽ ഹസനി വൽ ഹുസൈൻ സാഹിബിൽ ഹറമൈനി വബ്നി ദബീഹൈൻ സയ്യിദിനാ മുഹമ്മദ് ഇബ്നി അബ്ദുല്ലാഹി ഇബ്നി അബ്ദുൽ മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി അല്ലദീന ജാഹദൂ ബി അംവാലിഹിം ഫീ സബീലില്ലാഹ് വബാഉ നുഫൂസഹും ലിദീനിൽ ഹുദാ റളിയല്ലാഹു അൻഹും വറദൂ അൻഹു ദാലിക ലിമൻ ഖശിയ റബ്ബഹ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. സഹോദര സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്നൊന്നുകൂടി ഉണർത്തുകയാണ്. ഈ അനുഷ്ഠാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും ഈ അനുഷ്ഠാനങ്ങളെ വളരെ വിമർശനാത്മകമായി വിലയിരുത്തുന്ന, അതെന്തോ ഒരു പഴഞ്ചൻ ഏർപ്പാടാണ് എന്ന് പറയുന്ന ആളുകൾ ഉണ്ട്. അങ്ങനെ പറയാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെയും അവകാശത്തെയും ഒക്കെ വകവെച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, നമുക്കങ്ങനെ ഒരു അഭിപ്രായമില്ല. അതുകൊണ്ട് അനുഷ്ഠാനങ്ങളിൽ ഇളവ് തേടുന്നവർ മുസ്തഫ മൗലവിയുടെ അകമ്പൊരുളുമായി ബന്ധപ്പെട്ടാൽ എന്തോ അവർക്കൊരു ഇളവ് കിട്ടും എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ റമദാൻ വരുമ്പോൾ തറാവീഹ് നിസ്കാരമൊക്കെ വലിയ ചർച്ചയാണ്. തറാവീഹ് എന്ന് പറയുന്ന ഒരു നിസ്കാരം ഇസ്ലാമിൽ പുണ്യമുള്ളതല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പരമ്പരാഗതമായി തറാവീഹ് നിസ്കരിക്കുന്ന കൂട്ടത്തിൽ എന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതേ സ്ഥാനത്ത് തറാവീഹ് നിസ്കരിക്കുന്നവരോടോ തറാവീഹ് എന്ന ആ നിസ്കാരത്തിൽ പങ്കുചേരുന്നതിനോ ഒന്നും എനിക്ക് യാതൊരു മടിയുമില്ല. അവരോട് യാതൊരു തരത്തിലുള്ള വെറുപ്പുമില്ല. നിസ്കാരം ഒരു മോശം സംഗതിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അതുകൊണ്ടാണത്. ഒരാൾ തറാവീഹ് നിസ്കരിക്കുന്നു 20 or 8 ഇല്ലാത്ത കാര്യത്തിൻ്റെ തർക്കം അസ്ഥാനത്താണല്ലോ. ഇപ്പോൾ ഒരാൾ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്നു, ഒരു കുഴപ്പമില്ല. ഇനി ഒരു പള്ളിയിൽ പോയാൽ തറാവീഹ് നിസ്കരിക്കുന്ന ഘട്ടത്തിൽ ഞാനൊരു സ്ഥലത്ത് പോകുന്നു, ആ അതിഥികളുടെ കൂടെ പള്ളിയിൽ പോകുന്നു, ഞാൻ തറാവീഹ് നിസ്കരിക്കും. കാരണം അത് മാറി നിൽക്കേണ്ടുന്ന ഒരു തിന്മയൊന്നുമല്ല. ഈ ഒരു വിശാലത എന്നെ കേൾക്കുന്നവർക്ക്, ഈ ആശയം പിന്തുടരുന്നവർക്ക് ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വെറുതെ ഇമാതിരി കാര്യങ്ങളിൽ തർക്കിച്ചിട്ട് 20 ഇല്ല 8 ആണ്, 8 ഇല്ല 20 ആണ്, ഇനി തറാവീഹ് തന്നെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് യുദ്ധം ചെയ്യാനൊന്നും പോകണ്ട. ഒരാൾ നിസ്കരിച്ചു എന്ന് കരുതിയിട്ട് അയാൾ നരകത്തിലൊന്നും പോകുന്നില്ല, ഇല്ലാതായി പോകുന്നില്ലല്ലോ. നമ്മുടെ ഒരു നന്മയെ നഷ്ടപ്പെടുന്നില്ല. ആ നിസ്കാരം യഥാർത്ഥത്തിൽ പ്രമാണബദ്ധമായിട്ട് പുണ്യമായിട്ടൊന്നും ഇല്ല. ഒരാൾ നിസ്കരിക്കുന്നു, ആയിക്കോട്ടെ, അതുകൊണ്ടത് കുഴപ്പം. അപ്പോൾ ഇത്തരത്തിലുള്ള അനാവശ്യമായ വാദപ്രതിവാദങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും സമൂഹത്തെ മനസ്സിലാക്കി പെരുമാറുകയും ചെയ്യുന്നിടത്താണ് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ഹൃദയ വിശാലത ഉണ്ടാകുന്നത്. മനുഷ്യ സമൂഹത്തെ ഉൾക്കൊള്ളണം എന്ന് പറയുമ്പോൾ അവരുടെ വൈവിധ്യങ്ങളോടുകൂടി ഉൾക്കൊള്ളണം എന്നുകൂടിയാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് 20 റക്അത്ത് നിസ്കരിക്കുന്ന ആളെയും 8 റക്അത്ത് നിസ്കരിക്കുന്ന ആളെയും തറാവീഹ് ഇല്ല എന്ന് പറയുന്ന നമ്മളെപ്പോലുള്ള ആളുകളെയും എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു വിശാലതയാണ് വേണ്ടത്. ആ വിധ തർക്കങ്ങളിലൊന്നും നമ്മൾ പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ അകമ്പൊരുൾ ഭവനിൽ ഇൻഷാ അല്ലാഹ് റമദാനിൽ എല്ലാ ദിവസവും വൈകുന്നേരം ക്ലാസ് ഉണ്ടായിരിക്കും. വൈകുന്നേരം 4:30 മണി മുതൽ നോമ്പ് തുറ വരെ ക്ലാസ് ഉണ്ടായിരിക്കും. കുറച്ച് കഴിഞ്ഞ വർഷം ക്ലാസ്സിൽ പങ്കെടുത്തവർക്കറിയാം, ഒരു അല്പം കൂടി ആഴത്തിൽ ഒരു പ്രസംഗ ശൈലിയിലല്ലാതെ ആണ് ആ ക്ലാസ്സുകൾ നടക്കാറുള്ളത്. നമ്മുടെ ഗുരുകുല സമ്പ്രദായം ആണ് അവിടെ നമ്മൾ സ്വീകരിക്കാറുള്ളത്. അതുകൊണ്ട് കഴിയുന്ന ആളുകൾ ആ ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. ഇഫ്താർ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും നമ്മൾ ഇവിടെ ഏർപ്പാട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വരുന്ന ആളുകൾക്ക് നോമ്പ് തുറക്കാൻ പിന്നെ മറ്റെവിടെയും പോകേണ്ടി വരില്ല. നോമ്പ് തുറന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് പോകാവുന്നതാണ്. അപ്പോൾ എല്ലാ ദിവസവും പരമാവധി ആളുകൾ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സിനും എല്ലാവർക്കും പങ്കെടുക്കാം. നോമ്പുള്ളവർക്കും ഇല്ലാത്തവർക്കും വരാം.
അപ്പോൾ ആ രീതിയിൽ ആണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. നോമ്പ് എടുത്ത് തന്നെ വരണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതുപോലെ ഹോട്ടൽ മുതലാളിമാരോടും ഹോട്ടൽ ജീവനക്കാരോടും ഒക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഹോട്ടൽ റമദാനിൽ അടച്ചു പൂട്ടരുത്. കാരണം യാത്രികർ, രോഗികൾ, ആശുപത്രിയിലൊക്കെ വരുന്ന ആളുകൾ, യാത്ര പോകുന്ന ആളുകൾ, നോമ്പെടുക്കേണ്ടതില്ലാത്ത ധാരാളം ആളുകൾ, സ്ത്രീകളുണ്ട്, പിന്നെ മുസ്ലിങ്ങളല്ലാത്ത ആളുകളൊക്കെ ഉണ്ടല്ലോ. അവരൊക്കെ ഭക്ഷണം കിട്ടാതെ വലയുന്നൊരവസ്ഥ ഉണ്ടാകും. നോമ്പ് കാലത്ത് ഹോട്ടൽ പൂട്ടുക എന്ന് പറഞ്ഞാൽ എന്തൊരു പുണ്യകർമ്മമാണ് എന്നൊക്കെ തെറ്റിദ്ധാരണയുണ്ട്. ഒരിക്കലില്ല. ഒരു കച്ചവടം നിങ്ങൾ തുടങ്ങുന്നുവെങ്കിൽ തുടങ്ങുന്നത് വരെ അത് നിങ്ങളുടേതാണെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ അത് സമൂഹത്തിൻ്റെത് കൂടിയാണ്. അതുകൊണ്ട് ഹോട്ടൽ വ്യവസായമൊക്കെ അങ്ങനെ റമദാനിൽ അടച്ചു പൂട്ടിയിട്ട് മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്ന ഏർപ്പാട് പാടില്ല. അത് തുറന്നു വെക്കുകയും മനുഷ്യർക്ക് ഭക്ഷണം കഴിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും വേണം. ഭക്ഷണം കൊടുക്കുന്ന ഒരു തിന്മയാണ്, ഒരു തെറ്റാണ് എന്ന് ആരാണ് പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ പലചരക്ക് കടയിൽ നിന്ന് പഞ്ചസാരയും ചായപ്പൊടിയും മുളകും മല്ലിയും പരിപ്പൊന്നും വിൽക്കാൻ പാടില്ലല്ലോ. അതൊക്കെ കൊണ്ടുപോയിട്ട് അത് റോ മെറ്റീരിയലാണ്, ഇത് ഭക്ഷണമാക്കി കൊടുക്കുന്നു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ തെറ്റായ സങ്കല്പമാണ്. മതത്തെ അതിൻ്റെ ഏറ്റവും വിശാലമായ അർത്ഥത്തിൽ, അതിൻ്റെ മാനവികമായ തലത്തിൽ മനസ്സിലാക്കാൻ സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത് طيب ثراهم وجعل الجنة مأواهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر الدعاء الحمد لله.